കിടക്ക പങ്കിടാൻ റൂമിലെത്തിച്ച നടി സംവിധായകനിൽ നിന്ന് രക്ഷപ്പെട്ട തന്ത്രം. മായാലോകമല്ലേ. മരതകവും മാണിക്യവും വാരിക്കൂട്ടണമെന്ന വ്യാമോഹം അത് തേടിപ്പോകുമ്പോൾ, അത് നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്തെല്ലാം നഷ്ടപ്പെടുമെന്ന് ചിലർക്ക് ഒരു ധാരണയും ഉണ്ടാകില്ല. ചിലർ എന്ത് നഷ്ടപ്പെട്ടാലും ഞാൻ നേടിയെടുക്കാൻ ശ്രമിച്ചത് നേടിയെടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യും. മറ്റു ചിലർ എത്തിപ്പെട്ട വഴിയെക്കുറിച്ച് ലജ്ജിക്കും, രക്ഷപ്പെടാൻ ശ്രമിക്കും. ആ ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത്. സിനിമയിൽ നല്ല അവസരങ്ങൾ ലഭിക്കാൻ, നല്ല സിനിമയിൽ നായികയാവാൻ സംവിധായകനുമായോ നിർമ്മാതാവുമായോ നായകനുമായോ കിടക്ക പങ്കിടേണ്ടി വരിക. മലയാളത്തിൽ ആ പ്രവണത കുറവാണെങ്കിലും കിടക്ക പങ്കിടുന്ന ഏർപ്പാടിന് ഒരു ഓമന പേരുണ്ട്: കാസ്റ്റിംഗ് കൗച്ച്. കാസ്റ്റിംഗ് കൗച്ചിൽ ചിലർ പെട്ടുപോകുമ്പോൾ മറ്റു ചിലർ രക്ഷപ്പെടും. എല്ലാ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത് നടി ടിസ്ക ചോപ്രയാണ്. 1993 ടിസ്ക സിനിമയിലെത്തുന്നത്. ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളൊന്നും താരത്തിന് കിട്ടിയില്ലെങ്കിലും താരേ സമീൻ പർ എന്ന ചിത്രത്തിലെ അമ്മവേഷം ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ വന്നു ബോളിവുഡിലെ ഏറ്റവും വലിയ സംവിധായകൻ ടിസ്കയെ നായികയാക്കാമെന്ന വാഗ്ദാനവുമായി. ബിഗ് ബജറ്റ് ചിത്രത്തിലേക്ക് ആദ്യത്തെ അഭിമുഖത്തിന് ചെന്നപ്പോൾ ആ സംവിധായകൻ പറഞ്ഞത് ഹീലുള്ള ചെരുപ്പിട്ട് നടക്കാൻ പഠിക്കണം, മാനിക്യൂർ ചെയ്യണം, മുടിയൊന്ന് സ്പാ ചെയ്യണം, ഷൂട്ടിങ്ങിന് മുൻപ് ഇത്രമാത്രം. ആ സംവിധായകന്റെ പേര് പറയാൻ മടിയുള്ളതുകൊണ്ട് RP എന്നാണ് ടിസ്ക ഇത് പറയാൻ വേണ്ടി ചുരുക്കപ്പേരായി ഉപയോഗിക്കുന്നത്. RPയുടെ ചിത്രം കിട്ടിയ ടിസ്ക തുള്ളിച്ചാടി എല്ലാവരോടും പറഞ്ഞു. എന്നാൽ RPയുടെ ആദ്യ ചിത്രങ്ങളിൽ അഭിനയിച്ച നടിമാർ പറഞ്ഞു RPയെ സൂക്ഷിക്കണം. ഷൂട്ടിങ്ങിനിടെയെല്ലാം RPക്ക് താരത്തോട് പ്രത്യേക സ്നേഹം. ഇന്ത്യ വിട്ട് ഷൂട്ടിംഗ് സംഘം വിദേശത്തേക്ക് ബാക്കി ഷൂട്ടിങ്ങിനായി പുറപ്പെട്ടു. തൊട്ടടുത്ത മുറികൾ RPക്കും ടിസ്ക ചോപ്രയ്ക്കും. ഷൂട്ടിംഗ് സംഘത്തോടൊപ്പം RPയുടെ മകനും ഉണ്ടായിരുന്നു. RPയുടെ മകൻ ഷൂട്ടിംഗ് ക്യൂവിനെയും കൊണ്ട് ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്തു. അപ്പോഴാണ് ടിസ്കയ്ക്ക് RPയുടെ ഫോൺ: തിരക്കഥയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കാനുണ്ട്, നീ റൂമിലേക്ക് വാ എന്ന്. കാര്യം പിടികിട്ടിയ നടി വലിയൊരു ബൊക്കയും ചോക്ലേറ്റുമായി RPയുടെ റൂമിലെത്തി. അമർത്തിയൊന്ന് കെട്ടിപ്പിടിച്ചു. കുളിച്ചു കുട്ടപ്പനായി നിന്ന RP രോമാഞ്ചം കൊണ്ട് പുളയുമ്പോഴാണ് റൂമിലെ ഫോൺ അടിക്കുന്നത്. RP ഫോൺ എടുത്തു. ടിസ്കയെ ആവശ്യപ്പെട്ടുകൊണ്ട് RPയുടെ മകനായിരുന്നു. ഔട്ടിങ്ങിന് പോകാൻ കാത്തു നിൽക്കുകയാണെന്നായിരുന്നു സന്ദേശം. അസമയത്ത് അച്ഛൻ്റെ റൂമിൽ ടിസ്ക എന്തിനെന്ന് കരുതുമെന്നോർത്ത RP വിയർത്തു. തുരുതുര ഫോണുകൾ. RP പറഞ്ഞു, ടിസ്ക നീ പോയിക്കോ, ഗുഡ് നൈറ്റ് എന്ന്. ടിസ്കയുടെ തന്ത്രമായിരുന്നത്രേ അത്. RPയുടെ റൂമിലെ ഫോൺ നമ്പർ എല്ലാവർക്കും കൊടുത്ത് അവിടെ ടിസ്ക ചോപ്രയെ വിളിപ്പിച്ചത് തന്ത്രം ഫലം കണ്ടു. അങ്ങനെ ടിസ്ക കാസ്റ്റിംഗ് കൗച്ചിൽ നിന്ന് തടിയൂരി. ഫിലിം കോർട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോർട്ട്.